സുവിശേഷങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗുഡ് ന്യൂസ് പകരുകയാണ്. നല്ല വിശേഷം പകരുന്ന കാര്യമാണ്. ഒരാൾ വായിക്കുന്ന ഒരാൾക്ക് അതൊരു ഗുഡ് ന്യൂസ് കൊടുക്കുന്നു. പക്ഷേ ഉത്ഥാനം മാത്രമായിരിക്കും ഒരുപക്ഷെ സുവിശേഷങ്ങൾ പരസ്പരം പകർന്നു കൊടുക്കുന്ന ഗുഡ് ന്യൂസ്. ഒരു സുവിശേഷകൻ മറ്റൊരു സുവിശേഷകന് ഈ ഗുഡ് ന്യൂസ് പകരുന്നു, അയാൾ മറ്റൊരാൾക്ക് പകരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് റിസറക്ഷൻ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് റിസറക്ഷൻസ്. ഒത്തിരിയായിട്ടുള്ള ഈ ഒരു പറച്ചിലുകളിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഉത്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ ഭംഗിയും അതിൻ്റെ അഗാധതയും മനസ്സിലാക്കുവാൻ സുവിശേഷകന്മാർക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അതിന് പൂരണം നൽകേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഉത്ഥാനത്തിൻ്റെ മഹിമയെ, ഉത്ഥാനത്തിൻ്റെ വശ്യതയൊക്കെ സുവിശേഷം വായിക്കുന്ന ഓരോ ആൾക്കും അയാളുടേതായ രീതിയിൽ പിടികിട്ടാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു ഓപ്പൺ ഡിസ്കോഴ്സാണത്. ഒരു തുറന്നിട്ട ഒരു ഭാഗമാണ് അത്. ആർക്ക് വേണമെങ്കിലും അതൊരു പൂരണം നൽകാവുന്ന വിധത്തിലേക്ക് അത് തുറന്നിട്ട ഒരു വിശേഷമാണ്. സുവിശേഷകന്മാർ പരസ്പരം പറയുന്ന ഒരു വലിയ വിശേഷമായിട്ട് അതുകൊണ്ട് മാറുകയാണ്. ഉത്ഥാനം എന്ന് പറയുന്നതിൻ്റെ ഒരു വിപ്ലവാത്മകത മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിച്ചാൽ നന്നായിരിക്കും. ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവന് കൊടുത്ത പേര് ഇമ്മാനുവൽ എന്നാണ്. ഇമ്മാനുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. ഈ ഇമ്മാനുവൽ എന്ന വാക്ക് വരുന്നത് ഇമ്മനൻസ് എന്നൊരു പദത്തിൽ നിന്നാണ്. ഇമ്മനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തർയാമിത നമുക്ക് മലയാളത്തിൽ പറയാം. രണ്ട് രീതിയിലാണ് നമ്മൾ പ്രപഞ്ചത്തെ വേർതിരിക്കുന്നത്. അന്തർയാമ്യതയെന്നും അതീന്ദ്രിയതയെന്നും വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾ പഴയ നിയമങ്ങളിൽ മുഴുവൻ കണ്ടുമുട്ടുന്ന ദൈവം അതീന്ദ്രിയനായിട്ടുള്ള ദൈവമാണ്. ആരും ആ ദൈവത്തെ കണ്ടിട്ടില്ല. അവൻ്റെ സംസാരം കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവനുമായിട്ടുള്ള എൻകൗണ്ടറുകളെല്ലാം അവനെ വ്യക്തമായ രീതിയിൽ കണ്ടുകൊണ്ടുള്ളതല്ല. അവനെപ്പോഴും അതീന്ദ്രിയനായിട്ടുള്ള ദൈവമാണ്. ആ അതീന്ദ്രിയനായ ദൈവമാണ് അന്തർയാമിയായിട്ട് ജനിച്ചപ്പോഴത്തേക്കും അവൻ വ്യക്തമായ രീതിയിൽ നമുക്ക് കണ്ടുമുട്ടാവുന്ന ഒരാളായിട്ട് മാറുന്നുണ്ട്. കീർക്കെഗാഡൊക്കെ പറയുന്നത് പോലെ ദൈവം ഭൂമിയിൽ അവതരിക്കുന്നില്ല എങ്കിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. ഗോഡ് മസ്റ്റ് കം ഡൗൺ ആൻഡ് സ്പീക്ക് അബൌട്ട് ഹിം. ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്ന് പരിചയപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ക്രിസ്തുവിൽ നമുക്ക് ഈ വ്യക്തമായ ധാരണകൾ ലഭിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അന്തർയാമിയായ ദൈവം സർവശക്തനല്ല, സർവ അശക്തനായിട്ട് മാറി എന്നുള്ളതാണ്. ആ ശരിക്കുള്ള പരമശക്തി എന്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലഹീനതയും ശക്തിയും കൂടി നിൽക്കുന്ന ഒരാളിൽ മാത്രമേ നമുക്ക് പരമമായ ശക്തി ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. പരമമായ ശക്തിക്ക് ബലഹീനതയുടെ ആവശ്യം വരുന്നുണ്ട്. ബലഹീനത ഇല്ലെങ്കിൽ പരമമായ ശക്തി ഉണ്ടാകത്തില്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ക്രിസ്തുവിൽ മാത്രമാണ്. അപ്പോൾ ഉത്ഥാനം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ക്രിസ്തു ജനിച്ചപ്പോഴത്തേക്കും അവൻ നമ്മോട് കൂടെ ആയിരുന്നെങ്കിൽ ഉത്ഥാനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മുടെ തന്നെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൂടെയല്ല, നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, ബന്ധങ്ങളുടെ ഭാഗമായിട്ട് അവൻ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പലതും തകിടം മറിയുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നടത്തുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയതയെക്കുറിച്ച് നമ്മൾ പറയും, അതോടൊപ്പം തന്നെ ഭൗതികതയെന്നും പറയും. ആത്മീയവും ഭൗതികതയും തമ്മിൽ നമ്മൾ വേർതിരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പഴയ നിയമം വ്യക്തമായിട്ട് വായിച്ചാൽ നമുക്ക് പിടികിട്ടുന്നത് ഭൗതികതയെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞത് ഇത് നന്നായിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞത് ഭൗതികതയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്. പിന്നെ എവിടുന്ന് തിന്മ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്പിരിച്വലായിട്ട് വന്നെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, മെൻ്റലായിട്ട് വന്നെന്നേ പറയാത്തുള്ളൂ. ഈ പറയുന്ന ഈവിൾ എന്ന് പറയുന്ന തിന്മയെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ തലയിൽ ഉടലെടുക്കുന്ന ഒരു കാര്യമാണ്. ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ഉള്ളിൽ അയാളെ കൊല്ലാനുള്ള തീരുമാനമെടുത്തു, അതിനുശേഷമാണ് അത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന സ്പിരിച്വൽ എന്നും പറയുന്ന കാര്യങ്ങൾ, ഭൗതികത എന്ന് പറയുന്ന കാര്യങ്ങളും ഇവിടെ തകിടം മറിയുന്നതാണ്. ഈ ഭൗതികനായ ക്രിസ്തുവാണ് ഉത്ഥിതനായ ക്രിസ്തു എന്നുള്ളത്. കാരണം ഉത്ഥാനം ക്രിസ്തുവിനെ കൂടുതൽ ദൈവമാക്കിയില്ല, കൂടുതൽ മനുഷ്യനാക്കിയെന്നുള്ള വിവരണമാണ് നമുക്ക് കിട്ടുന്നത്. അവനെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. അവന് കൂടെ നടന്നവർക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവൻ്റെ മേലൊരു ഹാലോ എന്ന് പറയുന്ന ഒന്നും അവശേഷിക്കുന്നില്ല. അവനെ വ്യത്യാസപ്പെടുത്തുന്ന ഒന്നുമില്ല. നമ്മൾ ഈ പള്ളിയിലൊക്കെ കാണിക്കുന്ന ഉത്ഥാനത്തിലാണ് കുറച്ച് നാടകീയത അവതരിപ്പിക്കുന്നത്. ആ കല്ലൊക്കെ പൊട്ടിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നിറയെ പുകപടലങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നു. പക്ഷേ ഉത്ഥാനം വളരെ സർവ്വസാധാരണമായ ഒരു സംഭവമായിട്ട് മാറുന്നു. ഉത്ഥിതനെ കാണുന്നവർക്ക് പോലും അവനിൽ എന്തെങ്കിലും മഹിമ കാണാൻ പറ്റുന്നില്ല. മേരി മാഗ്ദലിൻ പോലും അവന് വിളിക്കുന്നത് തോട്ടക്കാരനെന്നാണ്. അത്രമാത്രം ഒരു മാനുഷിക ഭാവങ്ങളുമായിട്ട് നിൽക്കുന്ന ഉത്ഥാനം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രമപ്പെടുത്തുകയാണ്. കാരണം ഉത്ഥിതനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവനിൽ പ്രത്യേകമായി ആരോപിക്കപ്പെടുന്ന ഒന്നും ഉണ്ടാകുകയെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ഉത്ഥാനം ക്രിസ്തുവിനെ കൂടുതൽ ദൈവമാക്കുന്നതിന് പകരം മനുഷ്യനാക്കപ്പെട്ടു എന്നുള്ളതാണ്.
ആ മനുഷ്യൻ്റെ സർവ്വസാധാരണതയോട് കൂടിയാണ് അവൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. ഭൗതികനായ ക്രിസ്തുവായിട്ടാണ് വരുന്നത്, ഭക്ഷണം കഴിക്കുന്ന ക്രിസ്തു. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എനിക്കൊക്കെ ഭക്ഷിക്കാനായിട്ട് ഞാൻ ചോദിക്കുന്നു. നമ്മളെപ്പോഴും അവനെ കണ്ടവരൊക്കെ പറയുന്നത് ഭൂതമെന്ന് പറയുന്നത്, മലയാളത്തിൽ നല്ലൊരു പദമാണ്. ഭൂതമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതകാലത്ത് നിന്ന് വരുന്നവരെയാണ് നമ്മൾ വിളിക്കുന്നത്. ക്രിസ്തു പറയുന്ന ഞാനൊരു ഭൂതമല്ല, കാരണം അവൻ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവരോടൊപ്പം ഒരാളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു വരുന്നത് ഭൂതകാലത്തു നിന്ന് ഒരിക്കലുമല്ല. ഭൂതകാലത്ത് നിന്ന് വരുന്നവരെ നമ്മൾ ഭൂതമെന്ന് വിളിക്കുന്നത്. ഭാവി കാലം സ്വന്തമാക്കിയ മനുഷ്യനാണ് ഉത്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത്രയും വ്യത്യാസമുള്ളൂ. ഭൂതകാലത്ത് നമ്മൾ കണ്ടുമുട്ടിയ ഒരാൾ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നെങ്കിൽ അത് ഭാവി കാലത്ത് നിന്ന് മാത്രമായിരിക്കും. നമ്മൾ അവനെ കണ്ടുമുട്ടാനായിട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരാവശ്യം പോലുമില്ല, മുന്നോട്ട് തന്നെ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് ഭൂതകാലത്തിനേക്കാൾ ഉപരിയായിട്ട് ഭാവി കാലത്തിൻ്റെ വക്താവായിട്ട് വരുന്ന ക്രിസ്തുവാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ ക്രൈസ്റ്റാണ് ഉത്ഥാനം നമുക്ക് പ്രദാനം ചെയ്യുന്നത്, ഒരു പാസ്റ്റ് ക്രൈസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്ന ഏറ്റവും വ്യതിരക്തവും ഏറ്റവും സൗമ്യവുമായ ഒരു നിഗൂഢതയായി ക്രിസ്തു അവശേഷിക്കുന്ന മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഉത്ഥാനം ക്രിസ്തുവിനെ ദൈവമാക്കുന്നതിന് പകരം കൂടുതൽ മനുഷ്യനാക്കി എന്ന് പറയുമ്പോൾ അവൻ കൂടുതൽ നമ്മുടെ ഭാഗമായി. ഇമ്മാനുവൽ എന്ന് പറയുന്ന ദൈവം നമ്മോട് കൂടെ ഉള്ളത്, ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയായി, നമ്മുടെ കണ്ടുമുട്ടലുകളിലായി. അവൻ ഒരിക്കലും വിട്ടുപോകാത്ത വിധത്തിൽ നമ്മുടെ ഭാഗമായിട്ട് മാറി എന്നുള്ള ഒരു വലിയ വിശേഷമാണ് ഉത്ഥാനം നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ കണ്ടുമുട്ടുമ്പോഴത്തേക്കും അവരാരെ കണ്ടുമുട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എളിയവരിൽ ഒരുവനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടുമുട്ടി എന്നുള്ളതാണ്. സ്ട്രെയിഞ്ചറായിട്ട്, നഷ്ടപ്പെട്ടവനായിട്ട്, ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട്, പീഡിപ്പിക്കപ്പെട്ടവനായിട്ട്, പട്ടിണി കിടക്കുന്നവരിലായിട്ടൊക്കെ അവൻ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉത്ഥാനം നമ്മൾ മുകളിലേക്ക് നോക്കാനല്ല പ്രേരിപ്പിക്കുന്നത്, കൂടുതൽ അടുത്തിരിക്കുന്നവരിലേക്ക് നോക്കാൻ വേണ്ടിയാണ്. കാരണം ഉത്ഥിതൻ ആത്മീയനല്ല, ഉത്ഥിതൻ കൂടുതൽ ഭൗതികനാണ്. അവൻ ഭൂതകാലത്തു നിന്നൊന്നുമല്ല വരുന്നത്, പകരം നമ്മുടെ ഭാവി കാലത്തെ കൂടി സ്വന്തമാക്കിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ഫ്യൂച്ചർ ക്രൈസ്റ്റിനെയാണ് ഉത്ഥാനം പ്രദാനം ചെയ്യുന്നതെന്ന് തോന്നുന്നു.